ഹലോ എവ്രി വൺ, എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് വെൽക്കം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാക്സിനേഷനെ കുറിച്ചും വാക്സിന്റെ എക്സാമ്പിൾസും അതിന്റെ പ്രവർത്തനങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി നോക്കാനുള്ളത് രോഗങ്ങൾ അഥവാ ഡിസീസ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന തകരാറ് അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ട് കിട്ടുന്ന ഡിഫക്റ്റുകള്, അതല്ലെങ്കിൽ നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അല്ലെ, നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് അല്ലെ. അത് കാരണം ഈ രോഗാണുക്കളുടെ ആധിക്യം, പാത്തജൻസിന്റെ ഒരു എക്സ്പോഷർ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കാരണങ്ങളെല്ലാം കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ സുസ്ഥിതി, നമ്മുടെ ബോഡിയുടെ ഒരു ഹോമിയോസ്റ്റാസിസ് ഉണ്ട് അല്ലെ, ബോഡിക്ക് അകത്തൊരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസിൽ എന്തെങ്കിലും തകരാറുണ്ടാകുന്ന ആ ഒരു അവസ്ഥയാണ് എന്ത് രോഗം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു രോഗം എന്ന് പറഞ്ഞാല് ഒന്നെങ്കിൽ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉണ്ടാവുന്ന ഡിഫക്റ്റ് ആകാം, അല്ലെങ്കിൽ ജനറ്റിക് ഡിഫക്റ്റ് ആകാം, ജഡ തകരാറാകാം, അതല്ലെങ്കിൽ അനാരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലി, അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആകാം. ഫോർ എക്സാമ്പിൾ ഡ്രിങ്കിങ്, പിന്നെ അതുപോലെ തന്നെ ആൽക്കഹോൾ, ഡ്രഗ്സ്, സ്മോക്കിംഗ് പോലുള്ള അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ആകാം. അതല്ലെങ്കിൽ രോഗാണുക്കളുടെ ആധിക്യം, ഒരുപാട് പാത്തജൻസിന്റെ എക്സ്പോഷർ, ഇങ്ങനെയൊക്കെ കാരണം നമ്മുടെ ബോഡിയുടെ ഇന്റേണൽ ബാലൻസ് ആയിട്ടുള്ള ഹോമിയോസ്റ്റാസിസിന് എന്തെങ്കിലും തകരാറുണ്ടാവുകയാണെങ്കിൽ അത് രോഗത്തിലേക്ക് നയിക്കും, ഒരു അസുഖത്തിലേക്ക് നയിക്കും. ഓക്കെ, നോക്കാം നമുക്ക്. ആർജിത രോഗങ്ങൾ അഥവാ അക്വയേർഡ് ഡിസീസ് എന്താണെന്ന് നോക്കാം. അതായത് ഒരാളുടെ ജീവിത കാലയളവില്, ഒരാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ലൈഫ് സ്പാനില്, ആ ലൈഫ് ടൈമില് അദ്ദേഹത്തിന് ഉണ്ടാവുന്ന, അയാൾക്ക് ഉണ്ടാവുന്ന അസുഖങ്ങൾ നമുക്ക് എന്ത് വിളിക്കാം? ആർജിത രോഗങ്ങൾ അഥവാ അക്വയേർഡ് ഡിസീസ് എന്ന് വിളിക്കാം. ഒരാളുടെ ലൈഫ് ടൈമില് അയാൾ അക്വയർ ചെയ്യുന്ന ഡിസീസ് നമുക്ക് എന്ത് വിളിക്കാം? അക്വയേർഡ് ഡിസീസ് എന്ന് വിളിക്കാം. അതിന് എന്തൊക്കെ കാരണങ്ങളാകാം? പരിസ്ഥിതി ഘടകങ്ങൾ, എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ഒരു കാരണമാകാം. രോഗാണുക്കള്, പാത്തജൻസ് ഒരു കാരണമാകാം. ജീവിത ശൈലി, ലൈഫ് സ്റ്റൈൽ, ഇത്രയും കാരണം കൊണ്ട്, ഇത്രയും റീസൺസ് കൊണ്ട് നമുക്ക് എന്ത് വരാം? ഡിസീസ് വരാം. ഓക്കെ, അപ്പോ ഒരാളുടെ ലൈഫ് ടൈമില്, ജീവിത കാലയളവില് അദ്ദേഹത്തിന് അയാൾക്ക് വരുന്ന ഒരു ഡിസീസിനെ നമുക്ക് എന്ത് വിളിക്കാം? അക്വയർഡ് ഡിസീസ് അഥവാ ആർജിത രോഗങ്ങൾ എന്ന് വിളിക്കാം. അത് ഉണ്ടാവാനുള്ള കാരണം എന്തൊക്കെയാകാം? ഒന്ന് പരിസ്ഥിതി, എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ആയിരിക്കാം, അത് രോഗാണുക്കൾ, പാത്തജൻസ് ആയിരിക്കാം, അത് നമ്മുടെ ജീവിതശൈലി, ലൈഫ് സ്റ്റൈലിന്റെ കാരണം ഉണ്ടാകാം. ഓക്കെ, ഇനി വേറെ പോയിന്റ് നോക്കാട്ടോ. നമുക്ക് വേറെ പോയിന്റ് ആണ്, പകരുന്ന മിക്ക അസുഖങ്ങൾക്കും കാരണം എന്താണ്? സൂക്ഷ്മജീവികളാണ്. ഓക്കെ, മൈക്രോ ഓർഗാനിസംസ് ആണ് ഈ പകർച്ചവ്യാധികൾക്ക് ഉണ്ടാവുന്നതിന് മിക്ക റീസണും. അത്തരം അസുഖങ്ങൾ നമുക്ക് എന്ത് വിളിക്കാം? സാംക്രമിക രോഗങ്ങൾ അഥവാ കണ്ടേജിയസ് ഡിസീസ് എന്ന് വിളിക്കാം. ഒരാളിലേക്ക് പകരുന്ന അസുഖത്തെ നമുക്ക് എന്ത് വിളിക്കാം? സാംക്രമിക രോഗങ്ങൾ അഥവാ കണ്ടേജിയസ് ഡിസീസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് അവിടെ നോക്കുക, ഏതെല്ലാം രീതിയിലാണ് ഇത് പകരാൻ നോക്കാം. ഇപ്പൊ ഒരാളിലേക്ക് ഈ അസുഖം ഏതെല്ലാം രീതിയിലാണ്, മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, എങ്ങനെയാണ് ഒരാളിലേക്ക് ഇത് പകരുന്ന വിധം നോക്കാം കേട്ടോ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. രോഗപകർച്ച രീതികൾ അല്ലെ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നോക്കാം നമുക്ക്. ഒന്ന്, മലിനമാക്കപ്പെട്ട ആഹാരം അഥവാ ജലം. ഇപ്പോൾ ഒരു നമ്മൾ ഈ സ്ട്രീറ്റിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള ഭക്ഷണം മൂടി വെക്കാതിരിക്കുക, അങ്ങനെ ചെയ്യുമ്പോൾ അത് കണ്ടാമിനേറ്റഡ് ആവും. കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, മലിനമാക്കപ്പെട്ട ആഹാരം, ജലം എന്നിവയുടെ എന്ത് ചെയ്യും? അസുഖം ഒരാളിലേക്ക് പകരും. അപ്പൊ വെള്ളം തിളപ്പിച്ചാറ് വെള്ളം കുടിക്കുക, വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുക അല്ലെ. ഓക്കെ, അടുത്ത് ചുമ, തുമ്മൽ എന്നിവയിലൂടെ കഫ് ആൻഡ് സ്നീസിങ്. ഇപ്പൊ രോഗി ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ ആ രോഗാണു ഒരാളിലേക്ക് എന്ത് ചെയ്യാം? പാസ് ചെയ്യാം. അടുത്ത് വായുവിലെ കണികകളായിട്ട്, ഇവിടെ നോക്കിയതാ, ഇങ്ങനെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴൊക്കെ അത് ആ ഒരു പാത്തജൻസ് എവിടെ എത്തും? നമ്മുടെ എയറിലെത്തും. അപ്പൊ വായുവിലൂടെ എന്ത് ചെയ്യുന്നു? ഒരാളിലേക്ക് പകരുന്നുണ്ട്. പിന്നെ രോഗാണുവാഹ ഘടകങ്ങൾ, വെക്ടേഴ്സ് ഉണ്ടാവും. വെക്ടേഴ്സ്, വാഹക ജീവികൾ, വെക്ടേഴ്സ് എന്ന് പറയും. രോഗാണുക്കളെ വഹിച്ചു കൊണ്ടുപോകുന്ന ആനിമൽസ്, ഫോർ എക്സാമ്പിൾ പട്ടി, പന്നി അല്ലെ, അതുപോലെ തന്നെ ഈച്ച, വവ്വാൽ, ഇതൊക്കെ, കൊതുക്, ഇതൊക്കെ എന്താണ്? രോഗാണു വാഹക ജീവികളാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ കൊതുകൊക്കെ നല്ല എക്സാമ്പിൾ ആണ് കേട്ടോ, എലിയൊക്കെ എക്സാമ്പിൾ ആണ്. അപ്പൊ രോഗാണു വാഹക ജീവികൾ, ആ രോഗാണുവിനെ വഹിച്ചു കൊണ്ടുപോകുന്ന ജീവികൾ ഉണ്ടായിരിക്കും. അടുത്ത് നേരിട്ടുള്ള സമ്പർക്കം, ഡയറക്റ്റ് കോണ്ടാക്ട്, അസുഖമുള്ള ഒരാളുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയും നമുക്ക് എന്ത് വരാം? അസുഖം പകരാം. പ്രതലങ്ങൾ, ത്രൂ സർഫസ്,
രോഗി ഉപയോഗിച്ച ആ സർഫസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെയും പകരുന്ന അസുഖങ്ങളുണ്ട്. അപ്പൊ ഇതാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. നന്നായി പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് പാത്തജനെ പരിചയപ്പെടാം. ദാറ്റ് ഇസ് ബാക്ടീരിയ. നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് പാത്തജൻ ആണ്, ഒന്നാമത്തെ രോഗാണുവാണ് ബാക്ടീരിയ, അഥവാ പാത്തജൻ ആണ് ബാക്ടീരിയ. നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ രോഗാണു ചില ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ടോക്സിൻസ് ഹോസ്റ്റ് ടിഷ്യൂസ്, ആതിഥേയ കലകളെയൊക്കെ നശിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ ചില ടോക്സിൻസ് എന്ത് ചെയ്യുന്നു, കോശസ്തരത്തെ സെൽ മെംബ്രെയിനൊക്കെ തകർത്ത് ആ എൻസൈം ഉപയോഗിച്ച് സെൽ മെംബ്രെയിനെ തകർത്ത് ആ കോശത്തെ മുഴുവനായിട്ട് നശിപ്പിക്കാനുള്ള കപ്പാസിറ്റി ടോക്സിൻസിന് ഉണ്ടായിരിക്കും. ബാക്ടീരിയ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ സൂക്ഷ്മജീവിയാണ് ബാക്ടീരിയ. ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ട് ആണ്, അല്ലെ? പ്രോകാരിയോട്ട് ആണ്, സൂക്ഷ്മജീവിയാണ്. പിന്നെ ബാക്ടീരിയക്ക് എന്താ പറയാ, അസുഖം ഉണ്ടാക്കാനുള്ള ചില പ്രത്യേകമായിട്ടുള്ള കഴിവുകളുണ്ട്. അപ്പൊ ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ച് അത് പെരുകുമ്പോൾ അത് ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ കെമിക്കൽസ് ആണ് ടോക്സിൻസ്, അല്ലെ? ടോക്സിൻസ്, വിഷവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യും. ആ വിഷവസ്തുക്കൾ എന്ത് ചെയ്യും, ആരുടെ ബോഡിക്ക് അകത്തേക്കാണോ കയറിയത്, അതാണല്ലോ ആതിഥേയ ജീവി എന്ന് പറയുന്നത്, ഹോസ്റ്റിൽ. നമ്മുടെ ബോഡിക്ക് അകത്തേക്കാണ് ബാക്ടീരിയ കയറുന്നുണ്ടെങ്കിൽ നമ്മളാണ് ഹോസ്റ്റ്, അല്ലെ? നമ്മളാണ് ഹോസ്റ്റ്, ആതിഥേയ ജീവി. അപ്പൊ ആതിഥേയ കലകൾ നമ്മുടെ ഹോസ്റ്റ് ടിഷ്യൂസിനെ ഒക്കെ നശിപ്പിക്കുകയും നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ, നമ്മുടെ ലൈഫ് ആക്ടിവിറ്റീസിനെ ഒക്കെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അതിന് പുറമെയായിട്ട് നമ്മുടെ സെൽ മെംബ്രെയിനെ തകർക്കാൻ കഴിവുള്ള എൻസൈംസും ഈ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിൻസിന് കഴിയും. ഓക്കെ, നമുക്ക് ഇന്ന് ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്ക് നോക്കാം, അല്ലെ? ഓക്കെ, അക്വയർഡ് ഡിസീസ് കൊടുത്തിട്ടുണ്ട്. ഡിസീസ് ഒക്കർ ഡ്യൂറിങ് കോഴ്സ് ഓഫ് വൺസ് ലൈഫ് ടൈം ഇസ് കോൾഡ് അക്വയർഡ് ഡിസീസ്. കാരണങ്ങൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആയിരിക്കാം, പാത്തജൻ ആയിരിക്കാം, ലൈഫ് സ്റ്റൈൽ ആയിരിക്കാം. ഇങ്ങനെ ഒരാളിലേക്ക് പകരുന്ന അസുഖത്തെ നമുക്ക് എന്ത് വിളിക്കാം? കണ്ടേജിയസ് ഡിസീസ് എന്ന് വിളിക്കാം. ഒരാളിലേക്ക് പകരുന്ന അസുഖത്തെ നമുക്ക് എന്ത് വിളിക്കാം? കണ്ടേജിയസ് ഡിസീസ് എന്ന് വിളിക്കാം. അത് പകരുന്ന രീതികൾ നോക്കി, ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, ത്രൂ കഫിംഗ് ആൻഡ് സ്നീസിങ്, ദെൻ ഡ്രോപ്ലെറ്റ്സ് ഇൻ എയർ. നമ്മൾ ചുമക്കുമ്പോൾ തുമ്മുമ്പോഴൊക്കെ എയറിലേക്ക് എത്തുന്ന ആ ഡ്രോപ്ലെറ്റ്സ് മൂലം ഉണ്ടാകാം. പിന്നെ പാത്തോജനിക് ഏജൻസ് ഉണ്ട്. പാത്തോജൻ ഇങ്ങനെ വഹിച്ചു കൊണ്ടുപോകുന്ന, ക്യാരി ചെയ്യുന്ന ഒരു ഏജൻസ് ഉണ്ടായിരിക്കും. ദെൻ ത്രൂ ഡയറക്റ്റ് കോണ്ടാക്ട്, ത്രൂ സർഫസ്. ഓക്കെ, ദെൻ മൂവിങ് ടു ദി ബാക്ടീരിയ. ബാക്ടീരിയ എൻറ്റർ ദി ബോഡി ആൻഡ് മൾട്ടിപ്ലൈ. ബാക്ടീരിയകൾ ബോഡിക്കകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും, അവർ നന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും, അല്ലെ? അങ്ങനെ നമ്മുടെ ബോഡിക്കകത്ത് നന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ ബാക്ടീരിയകൾ ചില ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ടോക്സിൻ എന്ത് ചെയ്യും? ഡെസ്ട്രോയ് ദി ഹോസ്റ്റ് ടിഷ്യൂസ്. ആ ഹോസ്റ്റ് സെല്ലിനെ നന്നായിട്ട് ഡെസ്ട്രോയ് ചെയ്യും. ഓൾസോ ദേ ഡിസ്ട്രപ്റ്റ് ദി ബോഡിലി ഫങ്ഷൻസ്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തെയും നന്നായിട്ട് ബാധിക്കും. പിന്നെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ എൻസൈംസ്, ചില എൻസൈംസിന് എന്ത് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്? നമ്മുടെ സെൽ മെംബ്രെയിനെ ഡെസ്ട്രോയ് ചെയ്ത് നമ്മുടെ സെല്ലിനെ മൊത്തമായിട്ട് ഡെസ്ട്രോയ് ചെയ്യാനുള്ള കപ്പാസിറ്റി ചില എൻസൈംസ് ഉണ്ടായിരിക്കും. ഇതാണ് ബാക്ടീരിയയുടെ സ്ട്രക്ചർ കേട്ടോ, അത് നോക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ രണ്ട് ഡിസീസ് പഠിക്കാനുണ്ട്, രണ്ട് അസുഖം പഠിക്കാനുണ്ട്, ട്യൂബർകുലോസിസ് ആൻഡ് റാറ്റ് ഫീവർ. ഓക്കെ, രണ്ട് അസുഖം പഠിക്കാനുണ്ട്, ട്യൂബർകുലോസിസ് ആൻഡ് റാറ്റ് ഫീവർ. നമുക്ക് ഓരോന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, ട്യൂബർകുലോസിസ്. നമ്മൾ അതിന് TB എന്ന് പറയും, TB. ഓക്കെ, ക്ഷയം എന്ന് പറയുന്ന അസുഖമാണ് ട്യൂബർകുലോസിസ്. ക്ഷയം എന്ന് പറയുന്ന അസുഖമാണ് എന്ത്? ട്യൂബർകുലോസിസ്. അപ്പൊ ഇതിന്റെ രണ്ടും ഒരു കമ്പാരിസൺ മെത്തേഡിൽ പഠിച്ചു പോകാൻ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? TB പഠിക്കാം കേട്ടോ. ഓക്കെ, ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ക്ഷയത്തിന്റെ രോഗാണു ഒരു ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ പേരാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് പഠിച്ചു വെക്കണം. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ശ്രദ്ധിക്കാം, സയന്റിഫിക് നെയിമുകൾ എഴുതുമ്പോൾ നമ്മൾ ഇറ്റാലിക്സിലെ കൊടുക്കുക, അല്ലെ? അതുപോലെ തന്നെ ഫസ്റ്റ് നെയിം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ? ക്യാപിറ്റൽ കൊടുക്കുക, ബാക്കി എല്ലാം സ്മോൾ ലെറ്ററിലായിരിക്കും. സോ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ക്ഷയം എന്ന് പറയുന്ന അസുഖത്തിന് കാരണമാകുന്നത്. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഇത് എങ്ങനെയാണ് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുക എന്ന് നോക്കാം. എങ്ങനെയാണ് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുക എന്ന് നോക്കാം. ബൈ ബ്രീത്തിങ് ദി ടൈനി ഡ്രോപ്ലെറ്റ്സ് റിലീസ്ഡ് ഇൻ ടു ദി എയർ വെൻ ദി പേഷ്യന്റ് ഈസ് കഫിംഗ്, സ്നീസിങ് ഓർ ടോക്കിംഗ്. രോഗിയായിട്ടുള്ള ഒരാൾ സംസാരിക്കുമ്പോഴോ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ വായുവിലേക്ക് ഇറങ്ങുന്ന
ആ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഡ്രോപ്ലെറ്റ്സ്, ആ കണികകളൊക്കെ മറ്റൊരാള് ബ്രീത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളിലേക്ക് എന്തെത്തും? ഈ മൈക്രോ ബാക്ടീരിയം ട്യൂബർക്ലോസ് എത്തും. രോഗി ചുമക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ എയറിലേക്ക് എത്തുന്ന ടൈനി ഡ്രോപ്ലെറ്റ്സ് മറ്റൊരാൾ ശ്വസിക്കുമ്പോൾ എന്ത് ചെയ്യും? അയാളിലേക്കും ഈ അസുഖത്തിനുള്ള കാരണമായിട്ടുള്ള ബാക്ടീരിയ എത്തും. ഇനി ഇത് ഏതൊക്കെ ബോഡി പാർട്സിനെ അഫക്ട് ചെയ്യാൻ നോക്കാം. പാർട്സ് ഓഫ് ദി ബോഡി അഫക്റ്റഡ്, ഏതൊക്കെ ബോഡി പാർട്സിനെ അഫക്ട് ചെയ്ത് നോക്കാം. ഇത് മെയിൻലി നമുക്ക് അറിയാം, കഫും സ്നീസും പറയുമ്പോൾ നമുക്ക് ലങ്സ് വരും അല്ലെ. ഇറ്റ് മെയിൻലി എഫക്ട്സ് ദി ലങ്സ്, ശ്വാസകോശത്തെയാണ് മെയിനായിട്ട് ബാധിക്കാം. ഓൾസോ ഇറ്റ് കൻ ഓൾസോ എഫക്ട് അതർ ബോഡി പാർട്സ്. ഫോർ എക്സാമ്പിൾ കിഡ്നി, വൃക്കനെ ബാധിക്കാം. ബോൺസ്, നമ്മുടെ സന്ധികളെ, അസ്ഥികളെ ബാധിക്കാം. ബ്രെയിൻ, മസ്തിഷ്കത്തെ വരെ ബാധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അസുഖമാണെന്ത്? ക്ഷയം എന്ന് പറയുന്ന ട്യൂബർക്കുലോസിസ്. ഇനി എന്തൊക്കെയാണ് സിംറ്റം നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാൻ പറ്റും. കാരണം ക്ഷയം എന്ന് പറയുമ്പോൾ ബോഡി ക്ഷയിച്ചു പോവുകയാണ് ചെയ്യുക, വളരെ വീക്കും ആ പേഷ്യന്റ്. ദി മെയിൻ സിംറ്റംസ് ആർ പെർസിസ്റ്റന്റ് കഫ്, നിർത്താതെയുള്ള ചുമ, അതായത് തുടർച്ചയായിട്ടുള്ള നിർത്താതെയുള്ള ചുമയാണെന്ത്? പെർസിസ്റ്റന്റ് കഫ് എന്ന് പറയുന്നത്. ഫോർ മോർ ദാൻ 2 weeks അല്ലെ, 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന തുടരെ ചുമയാണെന്ത്? പെർസിസ്റ്റന്റ് കഫ് എന്ന് പറഞ്ഞാല്. ദെൻ ഫീവർ, പനി. ചുമ ഉണ്ടാകുമ്പോൾ എന്തായാലും പനി ഉണ്ടാവും. അങ്ങനെ ചുമ വന്ന് പനിച്ച് നമുക്ക് വിശപ്പില്ലാണ്ടാവും. ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പില്ലായ്മ. വെയിറ്റ് ലോസ്, നമ്മുടെ ശരീരത്തിന്റെ ഭാരം നന്നായിട്ട് കുറയും. ആൻഡ് ഫാറ്റീഗ് അല്ലെ, എന്താണ്? നമ്മള് പറ്റ ക്ഷയിച്ചു പോകും, ക്ഷീണിച്ചു പോകും, ഫാറ്റിക് എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത്. ദെൻ സംടൈംസ് ബ്ലഡ് മേ ബി സീൻ ഇൻ ദി സ്പുറ്റം, അതായത് നമ്മുടെ നമ്മളിങ്ങനെ കുറച്ച് പുറത്തേക്ക് തള്ളുന്ന സംഭവം ഉണ്ടാവുമല്ലോ, അതിൽ ചിലപ്പോൾ ചില ബ്ലഡിന്റെ അംശവും കൂടി കാണാൻ ചാൻസ് ഉണ്ട്. ഇതാണ് സിംറ്റംസ് എന്ന് പറയുന്നത്, ലക്ഷണങ്ങൾ. ദെൻ പ്രിവെൻഷൻ ഓർ ട്രീറ്റ്മെന്റ്, നമുക്ക് എന്തെങ്കിലും പ്രിവെൻഷൻ രീതി ഉണ്ടോ? അസുഖം വരാതിരിക്കാനോ അല്ലെങ്കിൽ അസുഖം വന്നാൽ ചികിത്സിക്കാനുള്ള വഴികളുടെ നോക്കാം. BCG ഈസ് ദി വാക്സിനേഷൻ. BCG എന്ന് പറയുന്ന വാക്സിനേഷൻ ആണ് നമ്മുടെ ട്യൂബർകുലോസിനുള്ള വാക്സിനേഷൻ, BCG. ഓക്കെ. Then long-term treatment by using multiple antibiotics. അതായത് ഡോഡ്സ് എന്ന് പറയുന്ന ചികിത്സാ രീതിയാണ് ട്യൂബർകുലോസിന് കൊടുക്കാനുള്ളത്. ഇതാണ് നമ്മുടെ ട്യൂബർകുലോസിസ് അഥവാ ക്ഷയം എന്ന് പറയും. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കുക. മാർച്ച് 24 വേൾഡ് ട്യൂബർകുലോസിസ് ഡേ ആണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കുക, മാർച്ച് 24. അടുത്ത അസുഖമാണ് റാറ്റ് ഫീവർ അഥവാ ലെപ്റ്റോസ്പൈറോസിസ്. ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഇതിന് കാരണമായിട്ടുള്ളത്. ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഈ അസുഖത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ. ഓർത്തു വെക്കാൻ കേട്ടോ. ദെൻ ഇതെങ്ങനെയാണ് പകരാൻ നോക്കാം. അപ്പൊ ഒരാളിലേക്ക് പകരുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു പാത്തജൻ നമ്മുടെ ബോഡിക്ക് എത്തുന്ന രീതി നോക്കാം. ത്രൂ വൂൺസ് ഓർ ത്രൂ ദി മ്യൂക്കസ് മെംബ്രെയിൻസ് ഓഫ് ദി ഐസ് ആൻഡ് നോസ് ഫ്രം ദി വാട്ടർ കണ്ടാമിനേറ്റഡ് വിത്ത് റാറ്റ് യൂറിൻ. അതായത് ഈ മഴക്കാലത്തൊക്കെയാണ് റാറ്റ് ഫീവർ, എലിപ്പനി ധാരാളമായിട്ട് കാണാറുള്ളത്. അതായത് എലിയുടെ മൂത്രത്തിൽ നിന്നും പുറത്തു വരുന്ന ഈ ഒരു ബാക്ടീരിയ നമ്മുടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഒരുപാട് കാലം ഇങ്ങനെ അതിന് അലൈവ് ചെയ്യാൻ പറ്റും, ജീവിക്കാൻ പറ്റും. അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഇറങ്ങുകയും നമ്മുടെ കയ്യിലോ കാലിലോ ചെറിയ മുറിവുണ്ടെങ്കിൽ ആ മുറിവിലൂടെ എന്ത് ചെയ്യും? ഈ രോഗാണുക്കൾ കയറും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഉപയോഗിച്ച് മുഖം കഴുകുകയോ അപ്പൊ കണ്ണിലൂടെയും ഈ നോസിലൂടെ ഒക്കെ എന്ത് ചെയ്യും? ഇത് ബോഡിക്കകത്തേക്ക് എൻ്റർ ചെയ്യും. ത്രൂ വൂൺസ്, മുറിവിലൂടെ, അല്ലെങ്കിൽ ത്രൂ മ്യൂക്കസ് മെംബ്രെയിൻസ് ഓഫ് ദി ഐസ് ആൻഡ് നോസ്, മൂക്കിലെയും കണ്ണിലെയൊക്കെ ശ്ലേഷ്മ സ്തരത്തിലൂടെ ഇത് എന്ത് ചെയ്യുന്നു? ഈ വാട്ടർ നമ്മൾ ഇങ്ങനെ ഒരു മലിനമാക്കപ്പെട്ട ഈ എലിയുടെ മൂത്രത്താൽ കണ്ടാമിനേറ്റ് ആയിട്ടുള്ള മലിനമാക്കപ്പെട്ട ആ വെള്ളത്തിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിലൂടെ നമ്മുടെ ബോഡിക്ക് അകത്തേക്ക് എന്ത് ചെയ്യും? കയറും. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. അങ്ങനെ ഈ കെട്ടിക്കിടന്ന വെള്ളത്തിൽ ഇവർ നന്നായിട്ട് ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആർക്ക്? ഈ റാറ്റ് ഫീവർ കാരണമായിട്ടുള്ള ബാക്ടീരിയ ലെപ്റ്റോസ്പൈറയ്ക്ക്. ഓക്കെ, ഇത് എവിടേക്ക് അഫക്ട് ചെയ്യാൻ നോക്കാം? മെയിൻലി കിഡ്നി, ലിവർ, ലങ്സ്. അപ്പൊ നമ്മുടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിൽക്കുന്ന ഈ ഒരു ബാക്ടീരിയ നമ്മൾ അതിലേക്ക് ഇറങ്ങി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ മുറിവിലൂടെയൊക്കെ ഇത് ബോഡിക്ക് അകത്തേക്ക് എൻറ്റർ ചെയ്ത് ബോഡിക്ക് അകത്തുള്ള ബ്ലഡ് കാപ്പിലറീസിനെ ഈ ബാക്ടീരിയയുടെ ടോക്സിൻസ് എന്ത് ചെയ്യും? നശിപ്പിക്കും. ബ്ലഡ് കാപ്പിലറീസിനെ. ഓക്കെ, ബ്ലഡ് കാപ്പിലറീസിനെ ഇത് നന്നായിട്ട് എഫക്ട് ചെയ്യും. അങ്ങനെ ബ്ലഡ് കാപ്പിലറീസിനെ എഫക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇത്
കാപ്പിലറീസിൽ ബ്രേക്ക് ഉണ്ടാവും. ഓക്കെ, ആ കാപ്പിലറീസ് പൊട്ടിയിട്ട് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവും, ആന്തര രക്തസ്രാവം ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു അസുഖം നമുക്ക് വരിക കേട്ടോ. ആന്തര രക്തസ്രാവം ഉണ്ടാവും. ഇത് മെയിൻലി ബാധിക്കില്ല എവിടെയെന്ന് ചോദിച്ചാൽ കിഡ്നീസ്, ലിവർ ആൻഡ് ലങ്സ്. കിഡ്നി, ലിവർ ആൻഡ് ലങ്സ്. ഓക്കെ, ഇനി എവിടൊക്കെയാണ് എന്തൊക്കെ സിംറ്റംസ് നോക്കാം. എലിപ്പനി, പേരിൽ തന്നെ ഉണ്ട്, റാറ്റ് ഫീവർ അല്ലെ. പനി ഉണ്ടായിരിക്കും, പനി ഉണ്ടാകുമ്പോൾ എന്തായാലും തലവേദന ഉണ്ടാകും. പിന്നെ പേശിവേദന, മേലുവേദന ഉണ്ടായിരിക്കും. റെഡ്നെസ് ഓഫ് ദി ഐ, കണ്ണിൽ നല്ല ചുവപ്പ് നിറം ഉണ്ടായിരിക്കും. വൊമിറ്റിംഗ്, ഛർദി ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി പ്രിവെൻഷൻ, യൂസ് പ്രിവെന്റീവ് മെഡിസിൻസ്. ഇപ്പൊ അത് നമ്മുടെ പ്രളയകാലത്താണ് ഇത് ഭയങ്കരമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. കാരണം പ്രളയകാലത്ത് ഈ എന്താ പറയാ, എല്ലാതും കൂടി ഒന്നൊരവസ്ഥയാണല്ലേ. അപ്പൊ ആ സമയത്തൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെയ്യുമ്പോഴൊക്കെ അവരുടെ കാലിലും കയ്യിലൊക്കെ മുറിവിലൂടെ എന്ത് ചെയ്യും, ഈ അസുഖത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ബോഡിക്കകത്തേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, അങ്ങനെ അപ്പൊ ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഇറങ്ങുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇങ്ങനെ മഴക്കാലത്തൊക്കെ ഇത്തരം പ്രവർത്തനത്തിൽ ഇറങ്ങുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മഴക്കാലത്ത് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമുള്ള ആൾക്കാരൊക്കെ പ്രിവെന്റീവ് മെഡിസിൻസ്, അസുഖം വരാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുക. ദെൻ ട്രീറ്റ്മെന്റ് യൂസിങ് ആന്റിബയോട്ടിക്സ്. ട്രീറ്റ്മെന്റ് എന്തായിരിക്കും, ആന്റിബയോട്ടിക് ഉപയോഗിച്ച ട്രീറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ഇതാണ് ബാക്ടീരിയൽ ഡിസീസുകൾ. പഠിക്കാനുള്ള 2 ബാക്ടീരിയ അസുഖമാണ് എന്ത്, നമ്മുടെ ട്യൂബർക്ലോസിസ് ആൻഡ് റാറ്റ് ഫീവർ. കഴിഞ്ഞ വർഷത്തെ പുസ്തകമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോ പുതിയ ബുക്കാണല്ലോ അല്ലെ. പഴയ ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫ്തീരിയ, തൊണ്ടമുള്ളു പഠിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്ടീരിയ ഉണ്ടാകുന്ന മറ്റു അസുഖങ്ങളാണ് ന്യൂമോണിയ, വൂപ്പിംഗ് കഫ്, വില്ലൻ ചുമ, പിന്നെ ടെറ്റനസ്, പ്ലേഗ്, ലെപ്രസി, കുഷ്ഠരോഗം, ടൈഫോയിഡ്, കോളറ. ഇതൊക്കെ എന്താണ്, ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ തന്നെയാണ് കേട്ടോ. ക്ഷയം അഥവാ ട്യൂബർകുലോസിസ്. രോഗകാരി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. പകർച്ചാരീതി, രോഗി ചുമക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ വായുവിൽ എത്തുന്ന രോഗാണുക്കൾ അടങ്ങിയ ചെറിയ കണികകൾ എന്ത് ചെയ്യുന്നു, ശ്വസിക്കാം അല്ലെ. അതായത് നമ്മൾ രോഗിയുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ. പ്രധാനമായിട്ടും ഇത് എവിടെ ബാധിക്കുക, ശ്വാസകോശങ്ങളെ ബാധിക്കുന്നു. അതുപോലെ തന്നെ വൃക്ക, അസ്ഥി, മസ്തിഷ്കം തുടങ്ങിയവയും ബാധിക്കാം. ഇനി എന്താ ലക്ഷണം നോക്കാം. 2 ആഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുന്ന ചുമ, പെർസിസ്റ്റന്റ് കഫ്, ദെൻ പനി, വിശപ്പില്ലായ്മ, ഭാരക്കുറവ്, ക്ഷീണം. ഓക്കെ, ചിലപ്പോൾ കഫത്തിലുണ്ടാകുന്ന രക്തം ഇത് ലക്ഷണമായിട്ട് കണ്ടേക്കാം. ഇനി ചികിത്സ, BCG വാക്സിനേഷൻ ആണ് നമ്മുടെ പ്രിവെൻഷൻ, അസുഖം വരാതിരിക്കാൻ നോക്കല് വാക്സിനേഷൻ ആണ്. പിന്നെ ഒന്നിലധികം ആന്റിബയോട്ടിക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ദീർഘകാല ചികിത്സയാണ് എന്ത്, ഡോഡ്ജ് എന്ന് പറയുന്ന ചികിത്സാ രീതി ട്ടാ. അതുപോലെ തന്നെ അടുത്ത് നോക്കാം നമുക്ക് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് അഥവാ റാറ്റ് ഫീവർ. രോഗാണു എന്താണ്, ലെപ്റ്റോസ്പൈറയാണ്. എലിമൂത്രം കലർന്ന ജലത്തിൽ നിന്നും മുറിവിലൂടെയോ കണ്ണ്, മൂക്ക് എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തിലൂടെ എന്ത് ചെയ്യാം, ഈ രോഗാണു നമ്മുടെ ബോഡിക്ക് അകത്തേക്ക് എത്താം. ഇതാണ് പകർച്ചാ രീതി ട്ടാ. ബാധിക്കുന്ന ഭാഗങ്ങൾ വൃക്കകൾ, കിഡ്നീസ്, കരൾ, ലിവർ, ശ്വാസകോശങ്ങൾ, നമ്മുടെ ലങ്സ്. ദെൻ ലക്ഷണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന പനി, തലവേദന, പേശീവേദന, കണ്ണിന് ചുവപ്പ് നിറം, ഛർദി. ദെൻ അതിന്റെ പ്രതിരോധം അല്ലെങ്കിൽ അസുഖം എങ്ങനെ വരാതിരിക്കാൻ നോക്കാം, അല്ലെങ്കിൽ ചികിത്സ, പ്രതിരോധ മരുന്നുകൾ ഉപയോഗിക്കുക, ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ. ഇത്രയുമാണ് ചെയ്യാനുള്ളത് എന്ത്, റാറ്റ് ഫീവറിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ ഇതാണ് 2 എന്ത് ബാക്ടീരിയ അസുഖങ്ങൾ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈറസ് നോക്കാം കേട്ടോ.